ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് ഒരുപാട് നിയമനങ്ങൾ നടത്തണമെങ്കിൽ അത് പ്രധാനമായിട്ട് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പഴയ കാലം മുതലേ കേട്ട് വരുന്ന ഒരു പല്ലവിയാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഏറ്റവും വലിയ തൊഴിൽദാതാവായിട്ടുണ്ടായിരുന്ന റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ട പോലെ തന്നെ ഈ പറയുന്ന NDPSയുടെയും അതേപോലെ ALPയുടെയും ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ RRB ടെക്നീഷ്യനിലേക്ക് എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി പോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നമ്മുടെ ഈ പറയുന്ന ഒരു എംപ്ലോയ്മെന്റ് നോട്ടീസ് എന്ത് ചെയ്തിരുന്നു, അടുത്തിടെ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് വരും, എന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് ഈ പറയുന്ന തസ്തികകൾ എന്ന് പറയുന്നത്, അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസികൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. എല്ലാവരെയും അതിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും ഈ അടുത്തിടെ എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 02/2026 ഭാഗമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിക്കുക കേട്ടോ. ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 02/2026 ഭാഗമായിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോവുക. Applications are invited from the eligible candidates for various posts of technician grade 1 signal and technician grade 3 given in the table below. The last date of the submission of the application is 29/7/2026. Applications completed in all respect must be submitted through the online mode only. അതായത് രണ്ട് പ്രധാനപ്പെട്ട തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ടെക്നീഷ്യൻ എന്നുള്ള വിഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നീ പറയുന്ന രണ്ട് തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു 7th CPC പ്രകാരം എന്താണ് പേ ലെവൽ 5 ആണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അതായത് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 29,200 വരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ശമ്പളമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. റെയിൽവേ പരീക്ഷകൾക്കെല്ലാം ഏറെക്കുറെ എല്ലാത്തിനകത്തെല്ലാം ഈ ഒരു ബേസിക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അത്യാവശ്യം ഈ പറയുന്ന ബേസിക് മെഡിക്കൽ എന്ത് ചെയ്യണം നമ്മൾക്ക് അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. 18 മുതൽ 33 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഏജ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ SC ST OBC അതേപോലെ തന്നെ ഈ പറയുന്ന ഫിസിക്കലി PWBD വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഏജ് റിലാക്സേഷൻ അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി അവിടെ ആകെ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ എന്ന് പറയുന്നത് 323 വേക്കൻസികളാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ അതിന് BSCയും അല്ലെ, BSc അതേപോലെ തന്നെ പ്രധാനമായിട്ട് BSCയിലെ ഫിസിക്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സ് ഉള്ളവർക്കാണെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഡിപ്ലോമ കേട്ടോ, ഡിപ്ലോമ ഇൻ റിലേറ്റഡ് ഫീൽഡ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 2ലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ഏകദേശം 19,900 ആണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ പേ സ്കെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനിഷ്യൽ പേ ആയിട്ട് വരുന്നത്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ പേ ലെവൽ 2 ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ട് അവർ പറയുന്നുണ്ട്. അതിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് പ്രായമായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി ആണ് ഇതിനകത്താണുള്ളത് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് ഉള്ളത് അല്ലെ. അതായത് 6,242 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ഗ്രേഡ് 2 മാത്രമുള്ളത്. അതായത് മൊത്തത്തിലുള്ള വേക്കൻസി, അതായത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യും കൂടെ എടുത്ത് കണക്ക് കൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6,565 വരുന്ന വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് മുഴുവനായിട്ട് അവിടെ ഉള്ളത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസും അതേപോലെ തന്നെ ITIയും അല്ലെ, ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഫീൽഡിൽ ITIയും എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം സോണുകളിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് താഴെ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഓരോ സോൺ തിരിച്ചുള്ള, അതായത് എല്ലാവർക്കും അറിയാം ഏകദേശം 18ഓളം സോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുണ്ട്. അപ്പൊ 18ഓളം സോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ തിരിച്ചുകൊണ്ടുള്ള വേക്കൻസി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അല്ലെ. ഇതിനകത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർത്തേൺ റെയിൽവേയും തുടങ്ങി അല്ലെ, നോർത്ത് റെയിൽവേയും തുടങ്ങി ഈ പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉൾപ്പെടെ സദേൺ റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാം കൂടെ കണക്കൂട്ടി വരുമ്പോഴത്തേന് ഏകദേശം 6,565 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സദേൺ റെയിൽവേയിലാണ്. അതായത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സദേൺ റെയിൽവേ ചെന്നൈയിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 785 വരുന്ന വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, അതെന്ത് ചെയ്യാന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക. അപ്പം
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്, ഓക്കെ, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ മെയ് ആണ്, ഓക്കെ, ജൂൺ മാസത്തോട് കൂടി തന്നെ, ജൂൺ മാസത്തിന്റെ അവസാനത്തോട് കൂടി തന്നെ എന്ത് വരാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന RRBയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ ജൂൺ മാസത്തോട് കൂടി തന്നെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ നോട്ടീസ് പ്രകാരമാണെങ്കിൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടീസ് പ്രകാരമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ നോക്കിയേ, അതിനകത്ത് ഈ പറയുന്ന ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് 30/6/2026 എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 29/7/2026 വരെ എന്ത് ചെയ്യും കാണും, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അതുവരെയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലഭിക്കുന്നതാണ്. 30/6/2026 മുതൽ 29/7/2026 വരെയുള്ള ഒരു മാസക്കാല സമയം നമുക്ക് എന്ത് ചെയ്യും അവിടെ ഈ പറഞ്ഞ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറഞ്ഞ ജൂൺ മാസങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കുന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ടെക്നീഷ്യനെ ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തീവ്രമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന സാധാ റെയിൽവേയുടെ സിലബസ് എടുത്ത് പഠിച്ചാൽ മാത്രം പോരാ കേട്ടോ. ഓക്കെ, അതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അതായത് ഒന്നെന്ന് പറയുന്ന റെയിൽവേയിൽ പൊതുവെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന കമ്പ്യൂട്ടർ, ഓക്കെ, ബേസിക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബേസിക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും, ഓക്കെ, ഓർത്തിരിക്കുക, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ പറയുന്ന വിഭാഗങ്ങളിലേക്ക് അല്ലേ, എഞ്ചിനീയറിംഗ് പറയുന്ന ഭാഗവും എന്ത് ചെയ്യാം, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകണം എന്നുള്ളതാണ്. എന്നിരുന്നാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ സ്കോർ അവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ACLB അക്കാഡമിയിൽ നമ്മുടെ RRB ടെക്നീഷ്യനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സുകൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്ന കേട്ടോ. ഇവിടെ ഈ പറയുന്ന രീതിയിൽ ജനറൽ അവയർനെസ്സും മാത്തമാറ്റിക്സും അതേപോലെ തന്നെ ഈ പറയുന്ന സയൻസ് ടോപ്പിക്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ചിട്ടയോടുകൂടി തന്നെ നല്ല വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിട്ടയായി പഠിച്ച് പരീക്ഷകൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ജോലികൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്നേക്ക് നമ്പർ എന്ത് ചെയ്യാമെന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, പഠനം ആദ്യം തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.